ഇതിന് നമ്മുടെ അടുത്ത പ്രോബ്ലമാണ്, ആറാമത്തെ പ്രോബ്ലം. എ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ പ്ലാന്റ് വർക്ക്സ് ബിറ്റ്വീൻ പ്രഷർ ലിമിറ്റ്സ്. അപ്പോൾ ഇതിൽ പ്രഷർ ലിമിറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. 5.3 കൂടിയ പ്രഷറും കുറഞ്ഞ പ്രഷറും, 2.1 ബാർ, 5.3 ബാർ ആൻഡ് 2.1 ബാർ. ദ വേപ്പർ ഈസ് സൂപ്പർ ഹീറ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് കംപ്രഷൻ. അപ്പോൾ എൻഡ് ഓഫ് കംപ്രഷൻ അത് സൂപ്പർ ഹീറ്റഡ് ആണ്. എൻഡ് ഓഫ് കംപ്രഷൻ സൂപ്പർ ഹീറ്റഡ് ആണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ അറിയുന്ന കാര്യം തന്നെ. End of compression, its temperature being the vapor is superheated at the end of compression, its temperature being 37 degrees Celsius. അപ്പോൾ T2 എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? 37 degrees Celsius ആണ് തന്നിട്ടുണ്ട്. The vapor is superheated by 5 degrees Celsius before entering the compressor. അപ്പോൾ അത് എന്താ, നമ്മളുടെ കംപ്രസറിലേക്ക് കടക്കുന്നതിനേക്കാളും മുൻപ് അത് 5 ഡിഗ്രി സെൽഷ്യസ് സൂപ്പർ ഹീറ്റഡ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എത്രയാണെന്നുള്ളത് പറയുന്നില്ല. കംപ്രസറിലേക്ക് കടക്കുന്നതിനേക്കാളും മുൻപ് 5 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ എത്ര റേഞ്ച് എന്ന് പറയുന്നില്ല. ആദ്യം എത്രയായിരുന്നു, രണ്ടാമത് എത്ര ആയി എന്ന് പറയുന്നില്ല. പക്ഷേ 5 ഡിഗ്രി സെൽഷ്യസ് കൂടി. അപ്പോൾ നമ്മുടെ ഫിഗറിൽ TS ഡയഗ്രാം PH ഡയഗ്രാമത്തിൽ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡാഷ് എന്നുള്ള ഒരു ടൈം വന്നു. ഇത്രയും നേരം നമ്മൾ 2 ഡാഷ് എന്നുള്ളതാണ് വരച്ചത്. ഇപ്പോൾ 1 ഡാഷ് എന്നുള്ളത് വന്നിട്ടുണ്ട്. ബിഫോർ എൻറ്ററിങ് ദ കംപ്രസർ ദ സ്പെസിഫിക് ഹീറ്റ് ഓഫ് സൂപ്പർ ഹീറ്റഡ് വേപ്പർ ഇസ് 0.63. The specific heat of superheated compressor is 0.63 kJ per kg Kelvin. Find the coefficient of performance of the plant. COP കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് നമ്മൾ സാധാരണ നമ്മൾ ഡയഗ്രാം വരയ്ക്കണം, അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ പ്ലാന്റ് വർക്ക്സ് ബിറ്റ്വീൻ, അപ്പോൾ അത്രേ തന്നിട്ടുള്ളൂ. നമുക്ക് ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ R40 ആണോ R12 ആണോ അങ്ങനെയുള്ളത് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ആ ടേബിൾ അവർ തന്ന ടേബിളാണിത്. അതിൽ നമ്മൾ പ്രഷർ ബാർ തന്നു, സാച്ചുറേഷൻ ടെമ്പറേച്ചർ, അതായത് 2 ടെമ്പറേച്ചർ റീജിയനുകൾ തന്നു. അതായത് താഴെയുള്ള റീജിയനും മുകളിലുള്ള റീജിയനും തന്നു. അതേപോലെ തന്നെ HF1 HF2, അതേപോലെ തന്നെ ലാറ്റൻ്റ് ഹീറ്റ് HFG1 HFG2, ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ അത് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മളുടെ ആ ഒരു ഇക്വേഷൻസൊക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവണം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ തന്ന വാല്യൂ വെച്ചിട്ട് കുറച്ച് ടൈപ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. തന്ന വാല്യൂ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ഇക്വേഷൻസും നമുക്കറിയണം. അപ്പോൾ ഇതിലെന്താണെന്നുള്ളത് ഓക്കെ, നമ്മൾ 1 ശേഷം അവർ പറഞ്ഞിട്ടുണ്ട് അത് സൂപ്പർ ഹീറ്റഡ് ആയി 37 ഡിഗ്രി സെൽഷ്യസ് ആയി എന്ന് പറഞ്ഞു. ഓക്കെ, അത് നമ്മൾ നേരത്തെ വരച്ച പോലെ 2-3 ആയി, അത് കഴിഞ്ഞിട്ട് 4 ആയി, 1 ആയി. 1ൽ നിന്ന് നേരത്തെ ആണെങ്കിൽ ഇവിടേക്ക് വരുമായിരുന്നു. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ വീണ്ടും എന്താ പറയുക, 1ൽ നിന്ന് കടക്കണേക്കാട്ടി മുന്നേ ബിഫോർ കംപ്രഷനിൽ എന്താ അവിടെ ഒരു സൂപ്പർ ഹീറ്റഡ് ഇവാപ്പറേറ്റർ. ദ വേപ്പർ ഈസ് സൂപ്പർ ഹീറ്റഡ് ബൈ 5 ഡിഗ്രി സെൽഷ്യസ്. ഇവാപ്പറേറ്ററിൽ നിന്ന് കടക്കുന്ന സമയത്ത് തന്നെ 5 ഡിഗ്രി സെൽഷ്യസ് സൂപ്പർ ഹീറ്റഡ് ആയി. എന്നിട്ടാണ് ഇത് കംപ്രസറിലേക്ക് പോകുന്നത്, കംപ്രസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവിടെ 1-1 എന്നുള്ളൊരു ടൈം വന്നു. അതാണ് അവിടെയുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് PH ഡയഗ്രാം വരച്ചു. അത് സിമിലർലി ഇവാപ്പറേഷൻ കഴിഞ്ഞു, 1 ആയി. പിന്നെ അവിടെ നിന്ന് ഒരു പ്രഷറൈസ് കംപ്രഷൻ നടന്നു, 2-3. ഇത് ഒരു ഐസോതെർമൽ പ്രോസസ്സായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിലുള്ള ഒരു ഇത് പറഞ്ഞിട്ടുള്ളത്, പ്രോസസ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ നമ്മളുടെ PH ഡയഗ്രാം, പിന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള H2 H1 H2 അത് H4 HF3 അതൊക്കെ നമ്മൾ ജസ്റ്റ് എഴുതിക്കുക. അതേപോലെ S1 = S2, അതാണ് കേട്ടോ, S1 = S2. അപ്പോൾ S1ഉം S2 നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് അറിയുന്നത് എന്താണ്, നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ടേബിൾ വെച്ചിട്ട് നമ്മൾ ആ SGO എഴുതാറുണ്ടെങ്കിൽ ഇതാണ് SG2 = SG2', SG1 = S1'. ഓക്കെ, S2' നമുക്ക് ടേബിളിൽ നിന്ന് എഴുതാൻ പറ്റുമായിരുന്നു. പക്ഷേ ടേബിളിൽ ഇപ്പോൾ നമുക്കതൊന്നും തന്നിട്ടില്ലേ. നമ്മളുടെ ലിക്വിഡ് HFഉം HFG മാത്രമാണ് നമ്മളുടെ ഇപ്പോൾ തന്നിട്ടുള്ള ടേബിളിലുള്ളതുള്ളൂ. നമ്മൾ ഒരു ടേബിൾ വെച്ചിട്ട് ചെയ്യുകയാണെന്നെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഈ വാല്യൂസൊക്കെ ഒന്നും കൂടി മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അതാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞത്. നമ്മളിപ്പോൾ നമ്മളൊരു ഫെമിലിയറായി കഴിഞ്ഞ് 2-3 തവണ ഈ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ വേറെ വാല്യൂസ് എടുത്തിട്ട് സ്വന്തമായ രീതിയിലൊന്നും എടുത്ത് ചെയ്ത് നോക്കുക. വേറെ രീതിയിൽ നിങ്ങൾക്കറിയുന്ന ഇക്വേഷൻ വെച്ചിട്ട് 1-2 പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് ഇത്രയും കൂടി ഈസി ആവുകയും ചെയ്യും. ആ ടൈപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഒന്നുകൂടി നല്ലോണം മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ടേബിൾ തന്നു, നമ്മളിപ്പോൾ ഈ രീതിയിൽ പോവാണ്. ഇത്ര മാത്രം വാല്യൂസ് ഉള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ പോവാണ്. അപ്പോൾ ഗിവൺ ദാറ്റ് T1 ഇത് നമുക്ക് സൂപ്പർ ഹീറ്റഡ് നമുക്ക് T1 - T1' 5 ഡിഗ്രി സെൽഷ്യസ് സൂപ്പർ ഹീറ്റഡ് ബൈ 5 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. പിന്നെ 2 ടെമ്പറേച്ചർ പ്രഷർ റീജിയൻ തന്നിട്ടുണ്ട്. P1 2.1 ബാറും P2 5.3 ബാറും തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറുകൾ
അത് സാച്ചുറേഷൻ ടെമ്പറേച്ചറിൽ നമ്മൾ 259, അതായത് ചെറുത് 259 -14 ഡിഗ്രി സെൽഷ്യസ്, അതായത് 259 കെൽവിനും കൂടിയത് 15.5 എന്ന് പറയുമ്പോൾ 288.5 കെൽവിനും. അതാണ് നമ്മൾ ഈ രണ്ട് ടെമ്പറേച്ചർ കൂടിയ T2 ഡാഷ് T3, T1 T4. അപ്പോൾ അത് നമ്മൾ ഇവിടെ എഴുതി. പിന്നെ നമ്മൾ തന്നിട്ടുള്ള വാല്യൂസ് എന്താ, HF1 തന്നിട്ടുണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു HF4, HF2 ഡാഷ് തന്നിട്ടുണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു HF3. നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എഴുതാറുള്ളത് HFG ഡാഷ് എഴുതിയിട്ടുണ്ട്, HFG1 ഡാഷും തന്നിട്ടുണ്ട്, HFG2 ഡാഷും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും തന്നു. ഇനി നമ്മളോട് COP കാണാം. COP ഈസ് ഈക്വൽ ടു H1 - HF3 ഡിവൈഡ് ബൈ H2 - H1. അതിലിപ്പോൾ ഓക്കെ HF3 നമുക്കറിയാം, പക്ഷേ H1ഉം H2ഉം അറിയില്ല. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ നമ്മൾക്കറിയുന്ന ഇക്വേഷൻസ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള വാല്യൂ വെച്ച്, ഇപ്പോൾ നമുക്ക് HFും HFGയും മാത്രമാണ് തന്നിട്ടുള്ളത്, അത് വെച്ചിട്ടുള്ള ഇക്വേഷൻ നമ്മളിവിടെ എഴുതാൻ പോവാണ്. വേർ H1 ഈസ് ഈക്വൽ ടു H1 ഡാഷ് പ്ലസ് CP ഇൻറ്റു T1 - T1 ഡാഷ്, അതൊരു ഇക്വേഷനാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. വേർ H1 ഈസ് ഈക്വൽ ടു HF1 dash plus HFG1 dash. Similarly, H2 is equal to H2 dash plus CP into T2 minus T2 dash, where HF2 dash plus HFG2 dash plus CP into T2 minus T2 dash. അപ്പോൾ ഈ അതായത് H1 ഈസ് ഈക്വൽ ടു H1 ഡാഷ് ഈസ് ഈക്വൽ ടു ഏതായിരുന്നു, H1 ഡാഷ് എന്നാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. H1 ഡാഷ് ഈസ് ഈക്വൽ ടു ഇത് HG വാല്യൂ ആണ്, HG വാല്യൂ ആണ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ HF പ്ലസ് HFG ആണ്. HG ഈസ് ഈക്വൽ ടു HF പ്ലസ് HFG, അതാണ് നമ്മൾ എഴുതുന്നത്. ഇപ്പോൾ HFG ആണെന്നുണ്ടെങ്കിൽ HG മൈനസ് HF എന്നാണ് നമ്മൾ എഴുതാറുള്ളത്. നമ്മൾ എത്ര നേരം നമുക്ക് അറിയുന്ന ഒരു കാര്യം തന്നെ നമ്മളിവിടെ എടുത്തെഴുതി. അപ്പോൾ നമുക്ക് ആ ടേബിളിൽ തന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷനായിട്ട് ഇവിടെ എടുത്ത് എഴുതിയിട്ട് HG അത് ഇങ്ങനെ ചെയ്യാണ്. അപ്പോൾ നമ്മൾ അത് എഴുതി. അപ്പോൾ ഞാനിത് ഇപ്പോൾ ചെയ്തപ്പോൾ ഇത് എനിക്കൊരു തെറ്റിയത് എന്താണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഞാൻ H1 എടുത്തു, H1ൻ്റെ വാല്യൂ HF1ൻ്റെ വാല്യൂ എഴുതി, ഓക്കെ. അതേപോലെ HFG1ൻ്റെ വാല്യൂ എഴുതി, ഓക്കെ. CPയുടെ വാല്യൂ എഴുതി 0.63. അത് കഴിഞ്ഞിട്ട് ഇത് ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റഡ് ആണ്. T1 നിന്ന് T1 ഡാഷ് ആയപ്പോൾ ഉണ്ടായ ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റഡ് എത്രയാണ്, 5 ഡിഗ്രി സെൽഷ്യസ് ആണ്. 5 ഡിഗ്രി സെൽഷ്യസ് എന്ന് എഴുതി. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഞാൻ കണക്ക് ചെയ്ത് അപ്പോൾ അത് ഇങ്ങനെ 5 + 273 എന്ന് എഴുതി. 5 + 273 എന്ന് എഴുതേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ എത്രയാണ് ടെമ്പറേച്ചർ ഡിഫറൻസ്, കെൽവിൻ ആണെന്നുണ്ടെങ്കിൽ കെൽവിനിൽ കൂട്ടിയിട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെയിം ഡിഫറൻസ് 5 10 - 15 10 - 5 = 5. അതിൻ്റെ കൂടെ ഞാൻ 5 കൂട്ടിയിട്ട് വീണ്ടും അതിനെ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് ആ സെയിം ഡിഫറൻസ് തന്നെയല്ലേ വരുള്ളൂ. ശരിയല്ലേ, 10ൻ്റെ കൂടെ 5 കൂട്ടി 15, 15ൻ്റെ കൂടെ 5 കൂട്ടി 20, അപ്പോൾ 20 - 15 വീണ്ടും എനിക്ക് 5 തന്നെ. അപ്പോൾ ഞാനത് കണക്ക് ചെയ്തപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, ഞാനത് 5 ഇട്ടു, 5ൻ്റെ കൂടെ 273 എന്നുള്ളത് എഴുതി പോയി. അപ്പോൾ കണക്ക് ചെയ്തപ്പോൾ H1 എനിക്ക് ആ COPയുടെ അവിടെ വന്നപ്പോൾ തെറ്റി, ഉത്തരം അത് മാറിപ്പോയി. ഞാൻ ഉത്തരം തെറ്റിയപ്പോഴാണ് പിന്നെ അത് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ തെറ്റിയത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വിട്ടിട്ട് വെച്ചാണ്, നിങ്ങൾ ചെയ്തത് എന്താണെന്ന് ഞാൻ ചെയ്തപ്പോൾ ഉണ്ടായ തെറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഇത്രയാണ് തെറ്റിയത്, ഇതാണ് തെറ്റിയത്. H2 കറക്റ്റായിരുന്നു, ഞാനത് വെട്ടിയപ്പോൾ ഇവിടെയും വെട്ടിയില്ലേ. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇതാണ് വെട്ടിയത്, ഇത്രയും ഈ റീജിയണിൽ H1 ആണ് തെറ്റിയത്. ഇത് കറക്റ്റാണ്, കറക്റ്റ്, ഇത് ഇൻകറക്റ്റ്. അപ്പോൾ 214 എന്നുള്ളത് അതും ഇവിടെയും തെറ്റിയിട്ടുണ്ട്, ഇതും ഇൻകറക്റ്റാണ് അല്ലേ, ഇതും തെറ്റി. COP ചെയ്തപ്പോഴും എനിക്ക് തെറ്റിയിട്ടുണ്ട്. H2 എടുത്തത് മാത്രം കറക്റ്റാണ്. H2 ഞാൻ COP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T2 - T2 ഡാഷ് എടുത്ത് ചെയ്തു, അപ്പോൾ അവിടെ വലിയ വ്യത്യാസമൊന്നും വന്നില്ല. പ്ലസ് 273 തന്നെ ചെയ്തു, അതൊക്കെ ആസ് ഇറ്റ് ഈസ് തന്നെ. അതേപോലെ തന്നെ HF2 എടുത്തെഴുതി, HFG2 എടുത്തെഴുതി, CP എടുത്തെഴുതി 0.63 എഴുതി, അതേപോലെ T2 - T2 ഡാഷ് എടുത്തെഴുതി. അപ്പോൾ ആ സെയിം വാല്യൂ തന്നെ വന്നു, ഇത് കറക്റ്റാണ്. അപ്പോൾ അത് കറക്റ്റാണ്, 214 കറക്റ്റ് വാല്യൂ ആണ്. പക്ഷേ ഇത് ഇൻകറക്റ്റാണ്, ഞാൻ ഈ 358 എടുത്താണ് ചെയ്തത്, അപ്പോൾ അത് ഇൻകറക്റ്റാണ്. ഇൻകറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് തെറ്റാണ് കേട്ടോ, ഇത് തെറ്റായി നടുക്കിലുള്ളത് കറക്റ്റാണ്, കറക്റ്റ് ആൻസർ. ഞാനത് മാർക്ക് ചെയ്തപ്പോൾ പെട്ടെന്ന് അങ്ങനെയാണ്ട് മാർക്ക് ചെയ്തു, സോറി.
ഓക്കെ, അപ്പോൾ 214 ഓക്കെ. അപ്പോൾ H2 എന്ന് പറയുന്നത് കറക്റ്റാണ്, ഇത് കറക്റ്റ് ആൻസറാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും H1 എന്നുള്ളത് വീണ്ടും പഴയതുപോലെ ചെയ്തു. 0.63 × 5 അവിടെ കൊടുത്തപ്പോൾ 186 കിട്ടി. അപ്പോൾ എനിക്ക് എന്താ H1 കിട്ടി, അതേപോലെ തന്നെ H2 കിട്ടി. അപ്പോൾ H1 മൈനസ് HF3 ഡിവൈഡഡ് ബൈ H2 മൈനസ് H1 അതവിടെ കൊടുത്തു. എനിക്ക് എത്രയാണ് അതിൻ്റെ COP എന്നുള്ളത് കിട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ തെറ്റ് വന്നപ്പോൾ ഉണ്ടായൊരു മിസ്റ്റേക്കാണത്, അത് ഇതായി. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അപ്പോൾ സിമ്പിളാണ് ആ പ്രോബ്ലം, ഒരു ചെറിയ ഒരു സിമ്പിൾ പ്രോബ്ലമാണ്. പക്ഷേ അതിലുള്ള വ്യത്യാസം അപ്പോൾ ചോദ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എഴുതേണ്ട ആ ഒരു ട്രിക്കിന് വേണ്ടിയിട്ടാണ് ആ പ്രോബ്ലം അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വലിയ കോംപ്ലിക്കേഷനൊന്നും ഇല്ലാത്തൊരു പ്രോബ്ലമാണ്. ഇവിടെ ഇങ്ങനെ എന്താ H1 നിന്ന് ഇവിടെ ഒരു സൂപ്പർ ഹീറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം, അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോബ്ലം. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അടുത്തൊരു പ്രോബ്ലം, അതെന്താ എ വേപ്പർ compression refrigerator uses R12 as a refrigerant and the liquid evaporates in the evaporator at minus 50 degrees Celsius. Liquid evaporates in the evaporator at minus 50 degrees Celsius. Okay, ഇവാപ്പറേറ്ററിൽ അത് ഇവാപ്പറേറ്റ് ചെയ്യുന്നത് -50 ഡിഗ്രി സെൽഷ്യസിലാണ്. ടെമ്പറേച്ചർ അപ്പോൾ താഴെയാണ് നിൽക്കുന്നത്. The temperature of this refrigerant at the delivery from the compressor is the temperature of this refrigerant at the delivery from the compressor is 50 degrees Celsius when the vapor is condensed at 10 degrees Celsius. The temperature of this refrigerant at the delivery from the compressor is 50 degrees Celsius when the vapor is condensed at 10 degrees Celsius. അപ്പോൾ കംപ്രസറിൽ നിന്ന് പോകുന്നത് 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ കംപ്രസറിൽ നിന്ന് കംപ്രസ് ചെയ്തിട്ട് ഇറങ്ങുന്ന ടെമ്പറേച്ചർ 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ അത് കഴിഞ്ഞിട്ടുണ്ടാകുന്ന എത്രയാണ് 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. കണ്ടൻസേഷൻ നടക്കുന്നത് 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. കംപ്രസറും കണ്ടൻസേഷൻ്റെയും ടെമ്പറേച്ചർ ഡിഫറൻസ്. ഫൈൻഡ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ഇഫ് ദർ ഈസ് നോ അണ്ടർ കൂളിംഗ്. അണ്ടർ കൂളിംഗ് ഇല്ലാത്ത സമയത്തുള്ളതും അതേപോലെ തന്നെ അണ്ടർ കൂളിംഗ് ഒരു 5 ഡിഗ്രി സെൽഷ്യസ് അണ്ടർ കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പാൻഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിഫറൻസ്, അതാണ് അത് ആ ഫിഗറിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഇത് ഇൻ ദ ഇവാപ്പറേറ്റർ ആയിട്ട് -50 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇവിടെ -15 ഡിഗ്രി സെൽഷ്യസ് ഇവാപ്പറേഷൻ നടക്കുന്ന സമയത്ത് അത് കൺസിഡർ ചെയ്തിട്ട് ഇൻ എ വെറ്റ് റീജിയൺ, വെറ്റ് വേപ്പർ റീജിയണിലാണ് അത് നിൽക്കുന്നത് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഡ്രൈ സാച്ചുറേറ്റഡ് അല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ ദ ഇവാപ്പറേറ്റർ അറ്റ് -15 ഡിഗ്രി സെൽഷ്യസ് ആസ് അറ്റ് എ ഡ്രൈ സാച്ചുറേറ്റഡ് ലൈൻ അല്ലെങ്കിൽ ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ എന്നവർ പറയണം അല്ലേ. അപ്പോൾ ഇതിന് മുന്നത്തെ പ്രോബ്ലങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. ഇവിടെ നിന്ന് ഇൻ ദ ഇവാപ്പറേറ്റർ -15 ഡിഗ്രി സെൽഷ്യസ് അറ്റ് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് അറിയാമായിരുന്നു അത് എന്താണ് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പറിൽ കറക്റ്റ് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറക്റ്റ് ഈ ലൈനിൽ ഞാൻ അത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പെട്ടെന്ന് വരച്ചപ്പോൾ ഈ പോയിന്റ് വരച്ചു, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഈ ഡ്രൈ സാച്ചുറേറ്റഡ് പേപ്പറിലാണ് അത് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ വിചാരിക്കും, പക്ഷേ അതവർ മെൻഷൻ ചെയ്തിട്ടില്ല ഒരിക്കലും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് -15 ഡിഗ്രി സെൽഷ്യസിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്തു നമ്മളതിനെ ഡ്രൈ എന്ന് പറഞ്ഞാൽ വെറ്റ് വേപ്പർ റീജിയണിലായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ അവിടെ കുറച്ച് താഴ്ത്തേക്ക് ഇറങ്ങും എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ഈ ഫിഗറിൽ കറക്റ്റ് ഇവിടെ ഇപ്പുറത്തേക്ക് ഇറങ്ങി. അതിന് മുന്നത്തെ ആയിരുന്നെങ്കിൽ ഇത് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് പോകേണ്ടിയിരുന്നത്. അപ്പോൾ അതങ്ങനെ പറഞ്ഞിട്ടില്ല, -50 ഡിഗ്രി സെൽഷ്യസിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അത് വെറ്റ് വേപ്പർ റീജിയണിലേക്ക് താഴത്തേക്ക് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റ് ഇതില്ലേ നമ്മളെ സിമ്പിൾ വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിന് നോർമൽ ഡയഗ്രാം ആണെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു ഇത് ഇങ്ങോട്ടേക്ക് വരും അല്ലേ, ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ ഇത് വെറ്റ് വേപ്പർ റീജിയനിലാണ്. ഇവിടെ ഒരു x1 ഉണ്ട് എന്ന് പറഞ്ഞാൽ ഡ്രൈനസ് ഫ്രാക്ഷൻ ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ അതാണ്. അപ്പോൾ അത് ഞാനിവിടെ ജസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവാപ്പറേറ്റ്സ് അറ്റ് -50 ഡിഗ്രി സെൽഷ്യസ് S1 ആൻഡ് S2 ലൈൻ ഷുഡ് ക്രോസ് ദ സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ .1' ഇൻ ദ വെറ്റ് വേപ്പർ റീജിയൻ. അപ്പോൾ അത് ഞാൻ ഇവിടെ ജസ്റ്റ് നിങ്ങളുടെ പ്രോബ്ലത്തിൻ്റെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും അത് എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രോബ്ലത്തിൽ എന്ത് മെൻഷൻ ചെയ്തിട്ടില്ല, അത് ഡ്രൈ സാച്ചുറേറ്റഡ് ലൈനിലാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നോർമൽ കണ്ടീഷനിൽ അത് താഴത്തേക്ക് വന്നതായിട്ടുള്ള രീതിയിൽ എടുത്തിട്ട് ചെയ്തു. അപ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുണ്ടല്ലോ, നിങ്ങളിപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത്, ഇപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല, നമ്മളിപ്പോൾ കണക്ക് ചെയ്തപ്പോൾ ഞാനത് ഇവിടെ വരച്ചു. അപ്പോൾ ആ വരച്ചപ്പോൾ എനിക്ക് ഉത്തരത്തിൽ എത്രമാത്രം ഡിഫറൻസ് വരും എന്നുള്ളത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം തന്നെ നിങ്ങൾ 2 രീതിയിലൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം കൂടുതൽ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ പെട്ടെന്ന് ഞാൻ വരച്ചപ്പോഴും എനിക്ക് തെറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ വരച്ച് ഇങ്ങനെ വന്നു വരച്ച് വന്നിട്ട് ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് എന്തുണ്ടായ ഡിഫറൻസ് ഉണ്ടായത്. അത് ഡ്രൈ സാച്ചുറേറ്റഡ് പേപ്പറിൽ നിന്ന് അവർ മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് അത് അവർ വെറ്റ് വേപ്പർ റീജിയനിൽ എടുത്തിട്ടാണ് ചെയ്തത്.
അപ്പോൾ അതാണ് ആ ഒരു വ്യത്യാസം. അപ്പോൾ ടേക്ക് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഫോർ സൂപ്പർ ഹീറ്റഡ് വേപ്പർ ആസ് 0.64 ആൻഡ് സി പി വിയും സി പി എല്ലും 0.94 കിലോ ജൂൾ പെർ കെ ജി കെൽവിൻ. അപ്പോൾ അത് രണ്ടും നമുക്കവർ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ടി എസ് പി വി ഡയഗ്രാം പി എച്ച് ഡയഗ്രാം വരച്ചു. നമ്മൾ നോക്കുകയാണ് എന്താണ് R12 നമുക്ക് അത് തന്നിട്ടുണ്ട്, പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. R12 റെഫ്രിജറേറ്ററാണ് തന്നിട്ടുണ്ട്. നമ്മളെന്ത് ടേബിൾ എടുത്തു, ടേബിളിൽ നിന്ന് HF, HG, HFG, SF, SG നമുക്ക് ആവശ്യമുള്ളതെല്ലാം എടുത്ത് എഴുതി. VGയുടെ അത് ആവശ്യമൊന്നുമില്ല, സ്പെസിഫിക് വോളിയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചറുകൾ -15 അതേപോലെ തന്നെ -10 എന്നുള്ളത് എടുത്തു. അപ്പോൾ HF1 = HF4 എഴുതി. അതേപോലെ തന്നെ എന്താണ് അതായത് ഇവിടെ എന്താ HF1 ഡാഷ് ആണ് കേട്ടോ, HF1 ഡാഷ് ആണ്. അതേപോലെ HF2 ഡാഷ്, അതായത് ഈ ലൈൻ കണ്ടൻസേഷൻ്റെ ലൈൻ, അതും എടുത്തു. HF2 ഡാഷ് = HF3 അതും എഴുതി. അതേപോലെ തന്നെ H1 ഡാഷ് എന്താണ്, H1 ഡാഷ് HG1 ഡാഷ് 180.98. 180 HG1 ഡാഷ് എന്ന് പറയുന്നത് 180.98 H2 ഡാഷ് എന്ന് പറയുന്നത് അത് HG2 ഡാഷ് ആണ്. അപ്പോൾ അത് എത്രയാണ്, 191.74 അപ്പോൾ ഇത് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ലൈനാണ്. ഇവിടെ പക്ഷേ അത് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ലൈനിലല്ല നിൽക്കുന്നത്, അവിടെ ഒരു എക്സ് വാല്യൂ വരണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അപ്പോൾ കണ്ടോ ഇവിടെ എക്സ് വാല്യൂ വന്നു. അപ്പോൾ സാധാരണ ആണെങ്കിൽ H1 = HG1 എന്ന് നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നത് ഡ്രൈ സാച്ചുറേറ്റഡ് പേപ്പർ ലൈനിൽ നിന്നിരുന്നെങ്കിൽ. അപ്പോൾ അതല്ലാത്തതുകൊണ്ട് അവിടെ X1 എന്നുള്ളൊരു ടേം വന്നു. അപ്പോൾ നമ്മൾ X1 എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ COPയുടെ ഇക്വേഷൻ നമ്മൾ എഴുതി H1 - HF3/H2 - H1. അപ്പോൾ അതിൽ ഒരു ഇക്വേഷൻ എന്താ, HF1 + X1 HFG1 അത് അറിയാം. പിന്നെ ഇതിൻ്റെ മുന്നത്തെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് എഴുതി വെച്ചാൽ H1 = H1 ഡാഷ് + CP × T1 - T1 ഡാഷ് എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. പക്ഷേ നമുക്ക് T1 എത്രയാണെന്നൊന്നും അറിയില്ല, ഈ T1 ഡാഷ് എത്രയാണെന്ന് അറിയില്ല, T1 എത്ര, അങ്ങനെയുള്ളതൊന്നും നമുക്കറിയില്ല. എത്രമാത്രമാണ് അവിടെ വന്നിട്ടുള്ള ഡിഫറൻസ് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു T1 - T1 ഡാഷ് എന്നുള്ളത് അറിയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അത് അവിടെ എഴുതണില്ല. T1 - T1 ഡാഷ് എന്നുള്ളത് അറിയാത്തത് കൊണ്ട് നമ്മൾ ഇത് എത്രയാണെന്നുള്ളത് നമ്മൾ എഴുതണില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ എടുക്കാതിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തു, ഈ ഇക്വേഷൻ തന്നെ എടുത്തു. H1 = HF1 + X1 HFG1 എന്നുള്ള ഇക്വേഷൻ എടുത്തു. അപ്പോൾ അതിൽ HF1ഉം HFG1ഉം നമുക്കറിയാം, X1 നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, X1 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും നേരത്തെ അറിയുന്നത് S1 = S2. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ എടുത്തു. S1 = S2 എന്നുള്ള ഇക്വേഷൻ എടുത്തു. അതിൽ S1 = SF1 + X1 SG1 - SF1. ഓക്കെ, അത് നമ്മളെടുത്തു. അപ്പോൾ SG1ഉം SF1ഉം അറിയാം. അതിൽ X1 നമുക്ക് അൺനോൺ ടൈമാണ്. ഓക്കെ, S2 നമ്മൾ കാണാനുള്ള ഇക്വേഷൻ എഴുതി. X2 കാണാനുള്ള നമുക്ക് അറിയുന്ന ഇക്വേഷനാണ് S2 ഡാഷ് × 2.3 × CPV log T2/T2 ഡാഷ്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് എല്ലാ ടൈമിലും അറിയാം. ഇതിന് മുന്നത്തുണ്ടായിരുന്ന SFG അല്ലെങ്കിൽ HFG2 അങ്ങനെ വരുമ്പോൾ നമുക്കത് എഴുതാൻ പറ്റില്ലായിരുന്നു. അവിടെ ആ സെയിം ഇക്വേഷൻസ് കൊടുത്തിട്ട് നമുക്കത് ഇതിന് മുന്നത്തെ 2-3 ഇക്വേഷൻസ് ഉണ്ടായിരുന്നില്ല, അത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ 2-3 ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പിന്നെ വേറൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, S2 = SF2 + HFG2/T2 എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ചെയ്തിട്ട് ആ ഇക്വേഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കി നോക്കാം. അപ്പോൾ അത് നമ്മൾ 2-3 ടൈപ്പുകൾ നിങ്ങൾ വേറൊരു ഇക്വേഷൻ എടുത്ത് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ ഇത് കൊടുത്തു. CPV നമുക്കറിയാം, T2 നമുക്കറിയാം, T2 ഡാഷ് അറിയാം. T2 15ഉം T2 ഡാഷ് 10ഉം ആയിരുന്നു. അത് നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. CPV തന്നിട്ടുണ്ട്. S2 ഡാഷ് എന്ന് പറയുന്നത് SG2 ആണ്. S2 ഡാഷ് എന്ന് പറയുന്നത് SG2 ആണ്. അത് ഡ്രൈ സാച്ചുറേറ്റഡ് പേപ്പർ ലൈനിൽ നിൽക്കുന്നത് കൊണ്ടാണ്, അത് നിൽക്കുന്ന ലൈനാണ്. അതുകൊണ്ട് നമുക്ക് SG2 എന്നുള്ളത് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് കൊടുത്തു ഫോർ സൂപ്പർ ഹീറ്റഡ് വേപ്പർ. ഇത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. CPV നമുക്ക് പ്രോബ്ലത്തിൽ തന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതി വെച്ചാണ്, നിങ്ങൾ വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രം എടുത്ത് എഴുതിയതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് S2 കിട്ടി. therefore S1 = S2. അപ്പോൾ S1 = S2 കൊടുത്ത് നമ്മൾ എന്ത് ചെയ്തു, X1 അതിൽ നിന്ന് X1 ഡ്രൈനസ് ഫ്രാക്ഷൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ആ ഡ്രൈനസ് ഫ്രാക്ഷൻ്റെ വാല്യൂ നമ്മൾ H1 കൊടുത്തിട്ട് HF1 + X1 × HG1 - HF1 കൊടുത്തിട്ട് X1ൻ്റെ വാല്യൂ കൊടുത്തിട്ട് H1 എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചു. H1 കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ എന്താ, നമുക്ക് H2 കണ്ടുപിടിക്കണം. H2 = H2 ഡാഷ് + CPV × T2 - T2 ഡാഷ്. ആ ഇക്വേഷൻ കൊടുത്തു. അതിൽ T2 അറിയാം, T2 ഡാഷ് അറിയാം, CPV അറിയാം, H2 ഡാഷ് അറിയാം. H2 ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, HG2 ഡാഷ്. അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. H2 ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡ്രൈ സാച്ചുറേറ്റഡ് പേപ്പർ ലൈനിൽ പോകുന്ന
2 പോയിന്റിലുള്ളത്. അപ്പോൾ H2-H2 അതിൽ നിന്ന് നമ്മൾ ആ സെയിം വാല്യൂസ് എല്ലാം നമുക്കറിയുന്ന വാല്യൂസ് എല്ലാം നേരെ കൊടുത്തു. നമ്മൾ H2 കണ്ടുപിടിച്ചു. H2 കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എന്ത് ചെയ്തു, H1 - HF3 / H2 - H1 നമ്മൾ COP കൊടുത്തിട്ട് ആ വാല്യൂസ് എല്ലാം എടുത്ത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച വാല്യൂസ് എല്ലാം കൊടുത്തിട്ട് HF3 നമ്മൾ ടേബിളിൽ നിന്ന് എടുത്തെഴുതി ഈ ഇക്വേഷനിൽ H1 ഇപ്പോൾ കണ്ടുപിടിച്ചത്, H2 ഇപ്പോൾ കണ്ടുപിടിച്ചത്, അതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ COP കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് വിത്തൗട്ട് അണ്ടർ കൂളിംഗ് ആണ്. അപ്പോൾ ഇനി സിമിലർലി ഒരു കണ്ടീഷൻ കൂടി ഇവർ പറഞ്ഞിട്ടുള്ള എന്താ, വിത്ത് അണ്ടർ കൂളിംഗ് എന്നുള്ളൊരു കണ്ടീഷൻ കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുണ്ടായത്, ഈ സെയിം കണ്ടീഷൻ തന്നെ ഇവിടെ എന്ത് വരുന്നു, ഇങ്ങനെ താഴത്തേക്ക് വന്നു. ഓക്കെ, ഇവിടെ നേരത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ -50°C ആണ്, അത് ഡ്രൈ സാച്ചുറേറ്റഡ് അല്ല എന്നുള്ളൊരു കണ്ടീഷൻ ഉള്ളതുകൊണ്ട് താഴത്തേക്ക് വന്നിട്ട് ഇങ്ങനെ വന്നു, ഇവിടേക്ക് വന്നു, ഇവിടെ വന്നിട്ട് അത് 15 ആയി, അത് കഴിഞ്ഞിട്ട് 10 ആയി, 10 കഴിഞ്ഞിട്ട് പിന്നെ എന്തുണ്ടായത്, പിന്നെ ഒരു 5 കൂടിയും കുറഞ്ഞു, ഒരു 5°C പിന്നെയും കുറഞ്ഞു. അത് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്, അണ്ടർ കൂളിംഗ് ഓഫ് 5°C. ആ 5°C കുറഞ്ഞിട്ട് 3' അപ്പോൾ 3 വന്നു, അവിടെ നിന്ന് T4, അപ്പോൾ അവിടെ നിന്ന് 4. അപ്പോൾ ആ പ്രോസസ്സ് അങ്ങനെ. അപ്പോൾ ഇതാണ് അണ്ടർ കൂളിംഗ്, പിന്നെ ഇത് എക്സ്പാൻഷൻ, ഇത് ഇവാപ്പറേഷൻ, ഇത് കംപ്രഷൻ, പിന്നെ ഇത് കണ്ടൻസേഷൻ. അപ്പോൾ ഇത് നമ്മൾ ആ പ്രോസസ്സ് വരച്ചു, അതിൻ്റെ TS ഡയഗ്രാം, അതേപോലെ തന്നെ pH ഡയഗ്രാം, ആ വാല്യൂസ് എല്ലാം എടുത്ത് എഴുതി. നമുക്ക് എന്താ കണ്ടുപിടിക്കുക, COP H1 - HF3 / H2 - H1 ആണ്. അപ്പോൾ എൻതാൽപ്പി ഓഫ് ഇവിടെ ഇവിടെ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ HF3 ആണ്. HF3 എന്താണ്, നേരത്തെ നമ്മൾ HF3 = HF2 എന്ന് പറഞ്ഞിട്ട് എടുത്ത് എഴുതി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇവിടുത്തെ HF3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ, ഒരു നേരത്തെ വാല്യൂ അല്ല. കഴിഞ്ഞതിലൊക്കെ നമ്മൾ HF3 = HF2 നമ്മൾ ഇവിടെ എഴുതാറുള്ളത്. HF3 = HF2 എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ എഴുതി പോന്നിരുന്ന ഒരു HF1 = HF4, HF3 = HF2 എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതാറില്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെ എടുത്ത് എഴുതാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു, HF3 = HF3- CPL × ഡിഗ്രി, അതായത് സ്പെസിഫിക് ഹീറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് ലിക്വിഡ്, അതേപോലെ CPL × ഡിഗ്രി ഓഫ് അണ്ടർ കൂളിംഗ്. അപ്പോൾ അത് വെച്ചിട്ട് വേണം ഇത് എഴുതാൻ. അപ്പോൾ CPL എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്, 0.94 kJ/kg നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ അതിൽ നമുക്ക് കണ്ടുപിടിച്ചൂടെ, HF3- എത്രയാണെന്ന് അറിയാം. നമ്മൾ നേരത്തെ HF2- എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചത് ആ വാല്യൂ തന്നെ അതാണ്, അതെടുത്ത് എഴുതി. പിന്നെ CPL എത്ര, 0.94 തന്നിട്ടുണ്ട്. ഡിഗ്രി ഓഫ് അണ്ടർ കൂളിംഗ് എത്ര, 5°C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെത്ര, 253 - 278, 5. ഇവിടെ 253 - 278 5 ആണ്, 5 കെൽവിൻ. അപ്പോൾ 5 എന്നുള്ളത് ഇവിടെ നേരെ കൊടുത്തു. 5 ഇവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ HF3 വാല്യൂ കിട്ടി, അല്ലേ, HF3 വാല്യൂ കിട്ടി. അത് ഏത് കണ്ടീഷനിലെ, വിത്ത് അണ്ടർ കൂളിംഗ് കണ്ടീഷനിലെ HF3 എന്നുള്ള വാല്യൂ കിട്ടി. വിത്തൗട്ട് അണ്ടർ കൂളിംഗ് ആണെങ്കിൽ ഇതായിരുന്നു HF3, ഇങ്ങനെ വരുമായിരുന്നു. വിത്ത് അണ്ടർ കൂളിംഗ് ആയപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് മാറി. അപ്പോൾ അതാണ് ആ വ്യത്യാസം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ കറസ്പോണ്ടിങ് COP എടുത്ത് എഴുതി. COP = എല്ലാ വാല്യൂസും കൊടുത്തു. H1 HF3 ഇപ്പോൾ കിട്ടിയത് 40.67, അതേപോലെ തന്നെ H2 - H1 അത് കൊടുത്തു, എനിക്ക് COP കിട്ടി. അപ്പോൾ ഇതാണ് ആ ഒരു ഇത്. ഇനി ഇത് വേറൊരു ടൈപ്പ് പ്രോബ്ലമാണ്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് കുറച്ചും കൂടി കൂടുതലുണ്ട്, 2-3 ഡാറ്റാസ് കൂടുതൽ ചോദിച്ചിട്ടുണ്ട്, അത്രയാണ്. പക്ഷേ ഇതും നിങ്ങൾ നല്ലോണം ചെയ്ത് പഠിക്കണം. ഫുഡ് സ്റ്റോറേജ് ലോക്കർ റിക്വയർസ് എ റെഫ്രിജറേഷൻ കപ്പാസിറ്റി ഓഫ് 12 TR. Q = നമുക്ക് തന്നിട്ടുണ്ട് 12 TR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 × 210 kJ/min. ഓക്കെ, ആൻഡ് വർക്ക്സ് ബിറ്റ്വീൻ ദ ഇവാപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ of -8°C and condensing temperature of 30°C. അപ്പോൾ ഇവാപ്പറേറ്റിംഗ് ടെമ്പറേച്ചറും കണ്ടൻസിങ് ടെമ്പറേച്ചറും 30°C. The refrigerant R12 is subcooled by 5°C before entry to expansion valve. അപ്പോൾ ഇത് റെഫ്രിജറൻറ്റ് R12 ആണ് ഉപയോഗിക്കുന്നത്, സബ് കൂൾഡ് ബൈ 5°C. അപ്പോൾ ഒരു സബ് കൂളിംഗ് നടന്നിട്ടുണ്ട് ബിഫോർ എൻറ്ററിങ്. അപ്പോൾ ആ സൈഡിൽ ഇപ്പോൾ ഫിഗർ എന്ന് പറയുന്നത് ഏകദേശം ഇപ്പോൾ ഇവിടെ പറഞ്ഞപ്പോഴത്തെ ഒരു ഫിഗറാണ് ഈ സൈഡിൽ വരിക. സബ് കൂളിംഗ് നടന്നിട്ടുണ്ട്. ആൻഡ് ദ വേപ്പർ ഈസ് സൂപ്പർ ഹീറ്റഡ് ടു -2°C ബിഫോർ ലീവിങ് ദ ഇവാപ്പറേറ്റർ. അപ്പോൾ ഇവിടെ നിന്ന് അത് ഇങ്ങോട്ടേക്ക് കടക്കുന്ന സമയത്ത് അത് സൂപ്പർ ഹീറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ എന്താ, ഇവിടെ ഇത് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ ലൈനിൽ മുട്ടി കഴിഞ്ഞിട്ട് പിന്നെ അത് അവിടെ ഒരു സൂപ്പർ ഹീറ്റിങ് എത്ര -2°C എത്രയാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് -2°C ആയിട്ടുണ്ട്. വേപ്പർ ഈ സൂപ്പർ ഹീറ്റഡ് ടു -2°C. അപ്പോൾ നമുക്ക് പറയാൻ T1- തന്നിട്ടുണ്ട്. T1- അവർ അവിടെ തന്നിട്ടുള്ളത്. വാൽവ് ആൻഡ് ദ വേപ്പർ ഈസ് സൂപ്പർ ഹീറ്റ് ടു -2°C ബിഫോർ ലീവിങ് ദ ഇവാപ്പറേറ്റർ കോയിൽസ്. അപ്പോൾ അവിടെ നിന്ന് കംപ്രസറിലേക്ക് കിടക്കുന്നതിന് മുന്നേ -2°C കൂടി. അസ്യൂമിങ്
2 സിലിണ്ടർ സിംഗിൾ ആക്ടിങ് കംപ്രസർ. അപ്പോൾ അത് ഒരു 2 സിലിണ്ടറാണ്. അസ്യൂമിങ് എ 2 സിലിണ്ടർ സിംഗിൾ ആക്ടിങ് കംപ്രസറാണ്. ഇപ്പോൾ 2 സിലിണ്ടറാണ്, 2 സിലിണ്ടർ ഉണ്ട്, ഒരു സിംഗിൾ ആക്ടിങ് ആണ്. സിംഗിൾ ആക്ടിങ് ആയിട്ടുള്ള കംപ്രസറാണ്, വൺ സൈഡ് ആയിട്ടുള്ള കംപ്രസറാണ്. ഓപ്പറേറ്റിംഗ് അറ്റ് 1000 RPM എന്ന് തന്നിട്ടുണ്ട്. വിത്ത് സ്ട്രോക്ക് ഈക്വൽ ടു L = 1.5 ടൈംസ് ദ ബോർ ഡയമീറ്റർ. L = 1.5 D. ഡിറ്റർമൈൻ ദ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ്. അപ്പോൾ COP നമ്മൾ ഇത്ര നേരം കണ്ടുപിടിച്ച ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അതിനൊന്ന് സോൾവ് ചെയ്തെടുക്കുക. തിയററ്റിക്കൽ പവർ പെർ ടൺ ഓഫ് റെഫ്രിജറേഷൻ ഒന്ന് കാണാം. പിന്നെ ബോർ ആൻഡ് സ്ട്രോക്ക് ഓഫ് കംപ്രസർ when there is no clearance and there is clearance of 2%. അപ്പോൾ അതാണ് ഇതിലുള്ള. അപ്പോൾ COP വരെയുള്ളത് നമ്മളുടെ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ സെയിം കഥകൾ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്തു, ടേബിൾ 2 അത് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്, ഫുഡ് സ്റ്റോറേജ് റെഫ്രിജറേഷൻ കപ്പാസിറ്റി വർക്ക്സ് ബിറ്റ്വീൻ ആൻഡ് ഇവാപ്പറേറ്റിംഗ് R12 നമുക്ക് തന്നു. ടേബിൾ 2 R12. അപ്പോൾ നമ്മളുടെ ആ ടേബിൾ 2 എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഡാറ്റ ഹാൻഡ് ബുക്കിലുള്ള ടേബിൾ. അപ്പോൾ R12 അപ്പോൾ നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പേജ് നമ്പറൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതുമ്പോൾ അല്ലെങ്കിൽ എക്സാം എഴുതുമ്പോൾ നമ്മൾ അവിടെ നമ്മുടെ അതിന് പേജ് നമ്പറും കൂടെ ഒക്കെ ഒന്ന് ഡിഫൈൻ ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ ടേബിൾ 2 R12. അപ്പോൾ അതിൽ നമ്മൾ സാച്ചുറേഷൻ ടെമ്പറേച്ചർ നമ്മൾ 1, 2, 2 ടെമ്പറേച്ചർ എഴുതി, അതിൻ്റെ പ്രഷർ എഴുതി. ഇതൊക്കെ നമ്മൾ ഈ വാല്യൂസ് എല്ലാം എടുത്ത് എഴുതി. സ്പെസിഫിക് വോളിയം ഇത് ശരിക്കും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എക്സാമിന് എഴുതുമ്പോൾ നമ്മൾ തന്നിട്ടുള്ള ഡാറ്റ എല്ലാം എഴുതി വയ്ക്കുക. അതിനൊരു 1 മാർക്ക് 2 മാർക്കൊക്കെ കിട്ടുകയാണെങ്കിൽ അത് കിട്ടിക്കോട്ടെ. അപ്പോൾ തന്ന വാല്യൂസ് എല്ലാം എടുത്ത് എഴുതുക. സാച്ചുറേഷൻ പ്രഷർ അത് എഴുതി, സ്പെസിഫിക് വോളിയം ഓഫ് വേപ്പർ അത് VG അത് എഴുതി, അതേപോലെ എൻതാൽപ്പി HF HG അതെഴുതി, വേപ്പർ ഇത് ലിക്വിഡ് വേപ്പർ, അതേപോലെ എൻട്രോപ്പി ലിക്വിഡ് വേപ്പർ, അതേപോലെ സ്പെസിഫിക് എൻതാൽപ്പി HFG അതും എടുത്ത് എഴുതി. അപ്പോൾ ഈ തന്ന വാല്യൂ ഇതെല്ലാം നമുക്ക് തന്നിട്ടുള്ള വാല്യൂസാണ്, അതെല്ലാം ഞാനവിടെ എടുത്ത് എഴുതി. പിന്നെ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ലിക്വിഡ് R12 ഈസ് 1.235 kJ/kg. സ്പെസിഫിക് ഹീറ്റ് ഓഫ് ലിക്വിഡ് അതുപോലെ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വേപ്പർ അത് 0.733 kJ/kg Kelvin. അപ്പോൾ ഇത് നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നമ്മളുടെ വലിയ ഡാറ്റ ഹാൻഡ് ബുക്കിൽ റെഫ്രിജറേഷൻ്റെ ഡാറ്റ ഹാൻഡ് ബുക്കിൽ ഈ വാല്യൂസ് മിക്കതും ഉണ്ടാവണം. അപ്പോൾ എൻ്റെ കയ്യിൽ ആ ഡാറ്റ ഹാൻഡ് ബുക്ക് ഇല്ല. അപ്പോൾ നമുക്ക് ഈ തന്ന ഈ വാല്യൂസ് നമ്മളിവിടെ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ലിക്വിഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ R12ൻ്റെ എഴുതി. CPVയും CPLും നമ്മളെടുത്ത് എഴുതി. Q = 12 TR. പിന്നെ നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അതിൽ ഓൾറെഡി ഒരു ആദ്യം തന്നെ സബ് കൂളിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. 30 നിന്ന് 25 ഡിഗ്രി സെൽഷ്യസ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്, സബ് കൂൾഡ് ബൈ 5 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ കണ്ടൻസേഷൻ ആദ്യം നടന്നത്, ഇവാപ്പറേഷൻ നടക്കുന്നത് -8, കണ്ടൻസേഷൻ നടക്കുന്നത് 30 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സബ് കൂളിംഗ് ഒരു 5 ഡിഗ്രി സെൽഷ്യസ് സബ് കൂളിംഗ് നടന്നു. അപ്പോൾ അത് 25 ഡിഗ്രി സെൽഷ്യസ് ആയി. പിന്നെ അവിടെ നിന്ന് എക്സ്പാൻഷൻ നടന്നു, അതുകഴിഞ്ഞിട്ട് ഇവാപ്പറേഷൻ നടന്നിട്ട് ഡ്രൈ സാച്ചുറേറ്റഡ് ലൈനിൽ മുട്ടി കഴിയുമ്പോൾ അങ്ങനെ മനസ്സിലായി നമുക്കത് അവർ പറഞ്ഞു അതെന്താണെന്ന്. അവിടെ നിന്ന് അത് സൂപ്പർ ഹീറ്റഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സൂപ്പർ ഹീറ്റഡ് ആയത് എത്ര, -2 ഡിഗ്രി സെൽഷ്യസ്. ഇതിൻ്റെ ഇത് -2 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് സൂപ്പർ ഹീറ്റഡ് ആയി. അപ്പോൾ ഇവിടെയുള്ളത് -8 പിന്നെ അത് -2 ഡിഗ്രി സെൽഷ്യസ് ആയി സൂപ്പർ ഹീറ്റഡ് ആയി. അപ്പോൾ സൂപ്പർ ഹീറ്റഡ് ആയിട്ട് അത് മുകളിലേക്ക് പോയിട്ട് പിന്നെ അത് T2 ആയി. T2 നിന്ന് T2 ഡാഷ് ആയി. അപ്പോൾ T2 എത്രയാണ് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് T2 കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ പ്രോബ്ലത്തിൽ നമ്മളതിൻ്റെ ആവശ്യമുണ്ടാവും. പിന്നെ അതിൻ്റെ സിമിലറിൽ നമ്മൾ pH ഡയഗ്രാം വരച്ചു. സിമിലർലി അത് നമ്മളുടേത് സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ, സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈൻ, സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 2. അപ്പോൾ 1 2 അതേപോലെ തന്നെ ഇത് 3 ഇത് 3 ഇത് 4. അപ്പോൾ നമ്മൾ വരച്ച് പഠിച്ച ഒരു രീതിയിൽ നമ്മളിത് വരച്ചു. S1 S2 നമ്മൾ S1 = S2 ആണ്. പിന്നെ ഇവിടെ H1 H2 H2 H3 HF3 H4 HF4 അതായത് HF3 H4 അതെല്ലാം നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇത് ജസ്റ്റ് 2-3 മാർക്ക് ചെയ്തിടുക. പ്രോബ്ലം കണക്ക് ചെയ്യുമ്പോൾ 2-3 ഒന്ന് ജസ്റ്റ് എക്സാമിന് ചെയ്യുമ്പോൾ ഒന്ന് മാർക്ക് ചെയ്തിടുക. പിന്നെ നമ്മൾ പ്രോബ്ലത്തിൽ നിന്ന് അത് എടുത്ത് എഴുതണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ തന്ന വാല്യൂസ് എല്ലാം T1 എഴുതി. T1 = T4 ഫിഗർ നോക്കിയിട്ട് T1 = T4 അല്ലെ T2 = T3 അല്ലേ. ഫിഗറിൽ T1 = T4 T2 = T3 അത് എഴുതി. പിന്നെ അതേപോലെ T2 നമുക്കറിയില്ല. പിന്നെ T1 എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. T2 എത്രയാണെന്ന് അറിയില്ല, T1 എത്രയാണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ T3 ഈ സബ് കൂളിങ്ങിൻ്റെ ഇതും തന്നിട്ടുണ്ട്. അത് നമുക്കറിയാം 30 ഡിഗ്രി ആയിരുന്നു, അത് 5 കുറച്ചപ്പോൾ 25 ആയി. അത് നമുക്ക് അത് ഒരു ഡിഗ്രി ഓഫ് സബ് കൂളിംഗ് എന്ന് പറഞ്ഞിട്ട് 5 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതും ഞാനിവിടെ എഴുതി വെച്ചു. T2 = T3 അതേപോലെ T1 എത്രയാണെന്നുള്ളത് എഴുതി. -2 ഡിഗ്രി സെൽഷ്യസ്. T2 അറിയില്ല. ഡിഗ്രി ഓഫ് സബ് കൂളിംഗ്
T3 മൈനസ് T3 5 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, പിന്നെ നമുക്ക് HF1 ഇസിക്വൽ ടു HF, അതിപ്പോൾ HF1 ഡാഷ് ആണ്, അപ്പോൾ HF4, HF2 ഡാഷ് ഇസിക്വൽ ടു HF3, അത് ടേബിൾ തന്നിട്ടുള്ളത്. HG1 ഡാഷ് ഇസിക്വൽ ടു H1 ഡാഷ്, അത് സാച്ചുറേറ്റഡ് വേപ്പർ ലൈനിലാണ്. അതേപോലെ HG2 ഡാഷ് ഇസിക്വൽ ടു H2 ഡാഷ്, അതും സാച്ചുറേറ്റഡ് വേപ്പർ ലൈനിലാണ്, അപ്പോൾ അത് നമുക്കങ്ങനെ എഴുതാം. പിന്നെ SF1 ഡാഷ്, SF2 ഡാഷ്, പിന്നെ S1 ഡാഷ് എന്ന് പറയുന്നത് SG1 ആണ്, സാച്ചുറേറ്റഡ് വേപ്പർ ലൈനിലായതുകൊണ്ട് SG1 ഡാഷ് എന്ന് പറയുന്നത് തന്നെയായിരിക്കും S1 ഡാഷ്. അതേപോലെ SG2 ഡാഷ് എന്ന് പറയുന്നത് തന്നെയായിരിക്കും അതിൻ്റെ S2 ഡാഷ്. ടോട്ടലായിട്ടുള്ള എൻട്രോപ്പി എന്ന് പറയുന്നത് സാച്ചുറേറ്റഡിൽ നിൽക്കുന്നുണ്ട്. പിന്നെ അതേപോലെ CPS, സ്പെസിഫിക് ഹീറ്റ് ഓഫ് ലിക്വിഡ്, സ്പെസിഫിക് ഹീറ്റ് ഓഫ് വേപ്പർ, അതും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? COP കണ്ടുപിടിക്കണം. COP ഈക്വൽ ടു H1 മൈനസ് HF3 ഡിവൈഡഡ് ബൈ H2 മൈനസ് H1. നമുക്കറിയുന്ന ഇക്വേഷനാണ്. നമുക്കിതിൽ എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിലിപ്പോൾ H1 അറിയില്ല. H1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 ഡിഗ്രി സെൽഷ്യസിൽ എത്രമാത്രമാണ് ഉണ്ടായത്, അത് എത്രയാണ് അവിടെ നടന്നതെന്നുള്ള സൂപ്പർ ഹീറ്റിങ്ങിന് ശേഷമുള്ളത് നമുക്ക് എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ അത് H1 കണ്ടുപിടിക്കാം. അപ്പോൾ H1 ഈക്വൽ ടു H1 ഡാഷ് പ്ലസ് CPV ഇൻറ്റു T1 മൈനസ് T1 ഡാഷ്. സിമിലർലി H2 ഡാഷ് ഈക്വൽ ടു H2 ഈക്വൽ ടു H2 ഡാഷ് പ്ലസ് CPV ഇൻറ്റു T2 മൈനസ് T2 ഡാഷ്. അപ്പോൾ ഈ ഇക്വേഷനാണ്. പിന്നെ അതേപോലെ തന്നെ HF3 അറിയണം. HF3 എന്ന് പറയുന്നത് എത്രയാണ്? നേരത്തെ നമ്മൾ പറഞ്ഞത് HF3 ഡാഷ് മൈനസ് CPL ഇൻറ്റു T3 ഡാഷ് മൈനസ് T3. നേരത്തെ സെയിം ഇക്വേഷൻ തന്നെയല്ലേ നമ്മൾ എഴുതിയത് HF3. ഇതിന് മുന്നത്തെ ഇതിലെഴുതിയ സെയിം ഇക്വേഷൻ തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും എഴുതിയില്ല, HF3യുടെ ഇക്വേഷൻ എഴുതിയ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. അപ്പോൾ നമ്മൾക്ക് ആദ്യം H1 ഡാഷ്, അപ്പോൾ T1 അറിയാം, T1 ഡാഷ് എത്രയാണ്? T1 ഡാഷ് നമുക്കറിയില്ലേ, T1 ഡാഷും അറിയാം, T1 അറിയാം, T1 ഡാഷ് അറിയാം. അപ്പോൾ CPU ഓക്കെ. അപ്പോൾ H1 ഡാഷും അറിയാം, അത് ഓക്കെ നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷേ T2 ആണ് ഇതിൽ അൺനോൺ. അതെ, ഓക്കെ, T2 ആണ് നമ്മുടെ ഇതിൽ അൺനോൺ ആയില്ല. അപ്പോൾ നമ്മൾ T2 കണ്ടുപിടിക്കണം. അപ്പോൾ T2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ നമ്മൾ നേരത്തെ വി നോ ദാറ്റ് S1 ഈക്വൽ ടു S2 എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്ത് S1 ഈക്വൽ ടു S1 ഡാഷ് പ്ലസ് 2.3 CPV ലോഗ് T1 ബൈ T1 ഡാഷ്. ഓക്കെ, അതിൽ നമുക്ക് S1 ഡാഷ് അറിയാം. S1 ഡാഷ് ഈക്വൽ ടു എന്താണ്? നമ്മുടെ SG1 ഡാഷ് ആണ്. ഓക്കെ, സിമിലർലി നമ്മൾ അടുത്തെടുത്തു S2 ഈക്വൽ ടു S2 ഡാഷ് പ്ലസ് 2.3 CPV ഇൻറ്റു ലോഗ് T2 ഡിവൈഡഡ് ബൈ T2 ഡാഷ്. അതിൽ T2 മാത്രം അൺനോൺ ആണ്. ഇതറിയാം, T2 ഡാഷ് അറിയാം അല്ലേ? T2 ഡാഷ് ഈക്വൽ ടു 30. അത് നമ്മൾ ഫിഗറിൽ നിന്ന് എഴുതിയത്. അപ്പോൾ T2 ഡാഷ് എത്രയാണെന്നറിയാം, CPV എത്രയാണെന്നറിയാം, S2 ഡാഷ് ഈക്വൽ ടു SG2 ഡാഷ്. അപ്പോൾ ഇതെല്ലാം അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് S1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0. നമ്മൾ ഫുൾ വാല്യൂസ് S1 ഡാഷ് 2.3 CPVയുടെ വാല്യൂ ലോഗ് T1 ഡാഷ് 271/266 അത് കൊടുക്കുമ്പോൾ 0.7171 കിലോ ജൂൾ പെർ kg കെൽവിൻ കിട്ടി. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു S1 ഈസ് ഈക്വൽ ടു S2. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഇത് കൊടുത്തു 0.7171 എന്നുള്ളടത്ത് ഇത് കൊടുത്തിട്ട് നമ്മളത് കണക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? T2 കിട്ടി. ഇതിൻ്റെയൊക്കെ ആൻറ്റി ലോഗ് എടുത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് T2 കിട്ടും. അപ്പോൾ T2 എന്നുള്ള ആൻസർ കിട്ടി. അപ്പോൾ ആ T2 കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മൾക്ക് H1 കിട്ടും, അതേപോലെ തന്നെ H2 കിട്ടും. അപ്പോൾ H2 നമുക്ക് നോർമലാണ്, നമുക്കറിയുന്ന ഇക്വേഷൻസ് ആണ്. H1 ഡാഷ് പ്ലസ് CPV ഇൻറ്റു T1 മൈനസ് T1 ഡാഷ്. ഇതിലെല്ലാ ടൈമും അറിയുന്നതാണ്. നമ്മൾ നേരെ കണ്ടുപിടിച്ച് അത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമ്മൾ H1 എത്രയാണെന്ന് കണ്ടുപിടിക്കും. H2 ഈസ് ഈക്വൽ ടു H2 ഡാഷ് പ്ലസ് CPV ഇൻറ്റു T2 മൈനസ് T2 ഡാഷ്. അതിൽ T2 മാത്രമാണ് നമുക്ക് അറിയാത്തത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. S1 ഈസ് ഈക്വൽ ടു S2ൽ നിന്ന് T2 കണ്ടുപിടിച്ചു, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ H2 എത്രയാണെന്ന് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? HF3 ഈസ് ഈക്വൽ ടു HF3 ഡാഷ് മൈനസ് CPL ഇൻറ്റു T3 ഡാഷ് മൈനസ് T3. അത് ഡിഗ്രി ഓഫ് സബ് കൂളിംഗ്. ഇതിലപ്പോൾ നമുക്ക് അറിയുന്ന എല്ലാ വാല്യൂസും T3 എത്രയാണെന്നറിയാം, T3 ഡാഷ് എത്രയാണെന്നറിയാം, CPL HF3 ഡാഷും എത്രയാണെന്നറിയാം. അപ്പോൾ അതെല്ലാം നമുക്ക് അറിയുന്ന വാല്യൂസാണ്. അതെല്ലാം കൊടുത്തു. HF3 ഡാഷ് ഈസ് ഈക്വൽ ടു HF2 ഡാഷ്. അത് നമ്മൾ നേരത്തെ ഇവിടെ എഴുതി വെച്ചിട്ടുള്ള സെയിം സാധനം തന്നെ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് എഴുതിയിട്ട് HF3 ഡാഷ് ഈസ് ഈക്വൽ ടു HF2 ഡാഷ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ എല്ലാം അറിയുന്നതാണ്. നമുക്ക് T2 മാത്രമായിരുന്നു അൺനോൺ ഉണ്ടായിരുന്നത്, അത് കണ്ടുപിടിച്ചു. നമ്മളതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നമുക്ക് HF3 എത്രയാണെന്ന് കിട്ടി. പിന്നെയുള്ളത് എന്താ? COP ആണ്. COP നമ്മൾ ഇപ്പോൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. H1 ഇപ്പോൾ കണ്ടുപിടിച്ചത്, H2 ഇപ്പോൾ കണ്ടുപിടിച്ചത്, HF3 ഇപ്പോൾ കണ്ടുപിടിച്ചത്, എല്ലാം നമ്മൾ കണ്ടുപിടിച്ചത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് 6.18 എന്നുള്ളത് ആൻസർ കിട്ടി. ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ? തിയററ്റിക്കൽ പവർ പെർ ടൺ ഓഫ് റെഫ്രിജറേഷൻ
അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. പവർ ഈസ് ദ വർക്ക് ഡൺ പെർ സെക്കൻഡ്. വർക്ക് ഡൺ ഡ്യൂറിങ് കംപ്രഷൻ ഓഫ് ദ റെഫ്രിജറൻറ്റ് ഈസ് ഈക്വൽ ടു എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കിലോ ജൂൾ അല്ലേ. ആ കിലോ ജൂൾ പെർ സെക്കൻഡ് കൊടുക്കുകയാണെങ്കിൽ വർക്ക് ഡൺ പെർ സെക്കൻഡ് കൊടുക്കുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്തായി അത് കിലോ വാട്ടായി. ജൂൾ പെർ സെക്കൻഡാണ് വാട്ട്. അപ്പോൾ കിലോ ജൂൾ പെർ സെക്കൻഡ് പറഞ്ഞതാണ് ഞാനിവിടെ എഴുതിയത്. പവർ ഈസ് ദ വർക്ക് ഡൺ പെർ സെക്കൻഡ്. അത് ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ പോലെ എഴുതിയിട്ടുള്ളതാണ്. പവർ ഈസ് ദ വർക്ക് ഡൺ പെർ സെക്കൻഡ്. അപ്പോൾ തിയററ്റിക്കൽ പവർ പെർ ടൺ ഓഫ് റെഫ്രിജറേഷനാണ് കാണുന്നത്. അപ്പോൾ വർക്ക് ഡൺ ഡ്യൂറിങ് കംപ്രഷൻ ഓഫ് റെഫ്രിജറൻറ്റ് എന്താ വർക്ക് ഡൺ ഡ്യൂറിങ് കംപ്രഷൻ എന്താ MR ഇൻറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് റെഫ്രിജറൻറ്റ് ഇൻറ്റു H2 - H1. അപ്പോൾ മാസ് ഓഫ് ഇത് നമ്മൾ നേരത്തെ ചെയ്തിരുന്നത് മാസ് ഓഫ് റെഫ്രിജറൻറ്റ് ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ RE. അപ്പോൾ റെഫ്രിജറേഷൻ എഫക്റ്റ് എത്രയാണ് H1 - H4. അത് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ H4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HF3, H1 - HF3. അത് നമുക്ക് ഇവിടെ നിന്ന് നേരിട്ട് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഫ്രിജറേഷൻ എഫക്റ്റ് കിട്ടും. Q എത്രയാണ്? Q നമുക്ക് അവർ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് 12 TR എന്നുള്ളത്. അപ്പോൾ 12 TR എന്ന് പറഞ്ഞാൽ 12 × 110 കിലോ ജൂൾ പെർ മിനിറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 12 × 110 ഡിവൈഡ് ബൈ ഇപ്പോൾ കിട്ടിയ റെഫ്രിജറേഷൻ എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണ് മാസ് ഓഫ് റെഫ്രിജറൻറ്റ്. അപ്പോൾ എത്രയാണ് 19.37 കിലോഗ്രാം പെർ മിനിറ്റ് എന്നുള്ളത് കിട്ടി. മാസ് ഓഫ് റെഫ്രിജറൻറ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ഡൺ കിട്ടില്ലേ. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇവിടെ MR കൊടുത്തു, H2 നമ്മൾ കണ്ടുപിടിച്ചത്, H1 കണ്ടുപിടിച്ചത്. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 407 കിലോ ജൂൾ പെർ അവർ കിട്ടി. ഓക്കെ, അത് ഇപ്പോൾ എത്ര ഇത് കിലോ ജൂൾ പെർ അവർ ആണ്. മാസ് ഓഫ് റെഫ്രിജറൻറ്റ് കിലോ ജൂൾ പെർ അവർ അല്ല, കിലോ ജൂൾ പെർ മിനിറ്റ് ആണിത്. ഓക്കെ, എഴുതിയത് മാറി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കിലോ ജൂൾ പെർ മിനിറ്റ് ആണ് കണ്ടുപിടിച്ച് വെച്ചുള്ളത്. 12 TR ആണ്. Q × 12 × 210 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിലോ ജൂൾ പെർ മിനിറ്റിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിനെ കൺവേർട്ട് ചെയ്ത് എഴുതി വന്നപ്പോൾ കിലോ ജൂൾ പെർ മിനിറ്റിലുള്ള ഇത് കിട്ടി, വർക്ക് ഡൺ കിട്ടി. ഇനി ആ വർക്ക് ഡൺ ഞാൻ എന്ത് ചെയ്ത് കിലോ ജൂൾ പെർ സെക്കൻഡ് ആക്കണം, അതിനെ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ മിനിറ്റിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തു, ഡിവൈഡ് ബൈ സെക്കൻഡ് ആക്കിയപ്പോൾ എന്തായി ഇവിടെ ഡിവൈഡഡ് ബൈ മിനിറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരു സെക്കൻഡ് കൊടുത്തു, ഇതിനെ 60 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു മിനിറ്റിന്. അപ്പോൾ എന്തായി എനിക്കത് എന്തായി 407 ഡിവൈഡഡ് ബൈ 60 ഈസ് ഈക്വൽ ടു എത്രയായി 6.78 കിലോ ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു. പവർ പെർ 12 TR. അപ്പോൾ ഇതെന്താ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇതിപ്പോൾ ഞാൻ കണ്ടുപിടിച്ചുള്ള വിത്ത് റെസ്പെക്ട് ടു 12 TR ആണ് അല്ലേ. ഞാനിവിടെ Q കൊടുത്തുള്ള 12 TR ആണ്. അപ്പോൾ പെർ TR ആണെങ്കിൽ എന്താ പെർ TR എന്ന് പറഞ്ഞാൽ പെർ ടൺ ഓഫ് റെഫ്രിജറേഷൻ ആണെങ്കിൽ എന്താ 12 TRൻ്റെ ആണ് ഈ കണക്കെങ്കിൽ ഡിവൈഡ് ബൈ 12 ഈസ് ഈക്വൽ ടു പെർ TR. അപ്പോൾ അതാണ് 0.565 കിലോ വാട്ട് പെർ TR എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മളുടെ തിയററ്റിക്കൽ പവർ പെർ ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി നമ്മളോട് ഇവർ ചോദിച്ചിട്ടുള്ളത് എന്താ ബോർ ആൻഡ് സ്ട്രോക്ക് ഓഫ് കംപ്രസർ. ബോറും അതേപോലെ തന്നെ സ്ട്രോക്ക് അത് എല്ലും ഡിയും എല്ലും എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണ്? അത് ഒന്ന് അതിൽ 2 കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വിത്തൗട്ട് ക്ലിയറൻസും അതേപോലെ തന്നെ പിന്നെ ഒന്ന് വിത്ത് ക്ലിയറൻസും. അങ്ങനെ 2 കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്.